ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിച്ചോണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല. സച്ചേട്ടൻ എന്ത് പറഞ്ഞാലും അച്ഛൻ വരാതെ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. അച്ഛന്റെ ആഗ്രഹത്തിനെതിരായിട്ട് ഈ ചടങ്ങ് നടത്താൻ തീരുമാനിച്ച നിങ്ങൾ എല്ലാവരുമാ ഇതിന് ഉത്തരവാദികൾ. ദേ, ഒരു കാര്യം ഞാൻ പറയാം. അച്ഛൻ എന്തെങ്കിലും സംഭവിച്ചാലുണ്ടല്ലോ, കളി വേറെ ആയിരിക്കും. കരഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. ഇതിനെല്ലാം നീയും നിന്റെ വയറ്റിലുള്ള കുഞ്ഞും തന്നെയാ ഉത്തരവാദികൾ. ഏട്ടത്തി, ഇങ്ങനെ കരഞ്ഞിട്ട് എന്താ കാര്യം? ദേ, ഈ കണ്ണീര് കണ്ടാലൊന്നും എന്റെ ചേച്ചിക്ക് ഒരലിവും ഉണ്ടാവാൻ പോകുന്നില്ല. അർച്ചന ഏട്ടത്തിയെ കുത്തി നോവിക്കാൻ കിട്ടിയ അവസരം ചേച്ചി നന്നായിട്ട് ഉപയോഗിച്ചു. കുഞ്ഞിന്റെ ജാതകദോഷത്തിന്റെ പേര് പറഞ്ഞ് ഇല്ലാത്ത കുത്തിത്തിരിപ്പ് എല്ലാം ഉണ്ടാക്കിയത് എന്റെ ചേച്ചി തന്നെയാ. ഏട്ടത്തി വിഷമിക്കണ്ട, അങ്കിളിനെയും സന്ദീപൻ ധനുഷും കൊണ്ടുവരും. അർച്ചന, താൻ ഇത്രയ്ക്ക് സില്ലി ആവല്ലേ. അച്ഛൻ ഇറങ്ങിപ്പോയത് തന്റെ കുറ്റമുണ്ടെന്നുമല്ല. അത് തന്നെയാ ഏട്ടാ ഞാനും പറഞ്ഞുകൊണ്ടിരിക്കുന്നേ. എന്നിട്ടും കണ്ടില്ലേ, കരച്ചിൽ നിർത്തുന്നേയില്ല. അവന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞതിലൊന്നും അല്ല എന്റെ വിഷമം. സ്വന്തം മക്കളെക്കാൾ കൂടുതൽ എന്നെ സ്നേഹിച്ച ആളാ നമ്മുടെ അച്ഛൻ. ഇന്നലെ വരെ അച്ഛന്റെ എല്ലാ കാര്യത്തിനും ഞാൻ വേണമായിരുന്നു. ആ അച്ഛനാ എന്റെ ജീവിതത്തിൽ ഒരു നല്ല മുഹൂർത്തത്തിൽ നിന്നും ഇറങ്ങിപ്പോയത്. മറ്റാരെന്നെ കുറ്റം പറഞ്ഞാലും എനിക്കൊരു വിഷമവുമില്ല. പക്ഷെ അച്ഛൻ എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോഴാ എന്റെ സങ്കടം. സച്ചേട്ടാ, എന്തൊക്കെ സംഭവിച്ചാലും അച്ഛനില്ലാതെ ഈ ചടങ്ങ് എനിക്ക് വേണ്ട. ധനുഷും സന്ദീപും കൂടെ അച്ഛനെ ഉടൻ തന്നെ വിളിച്ചോണ്ട് വരും. വരട്ടെ. എന്നിട്ട് അച്ഛൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന ഉറപ്പ് കിട്ടിയാൽ മാത്രം ഈ ചടങ്ങ് നടത്തിയാൽ മതി. ഇല്ലെങ്കിൽ ഈ ചടങ്ങ് വേണ്ട, എല്ലാം അങ്ങ് നിർത്തി വെച്ചേക്ക്. ഇതെല്ലാം എന്റെ വിധിയാണെന്ന് ഞാൻ കരുതിക്കോളാം. താൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ വരട്ടെ. അച്ഛന് വാശിയുണ്ടെങ്കിൽ അതേ അച്ഛന്റെ മകനാ ഞാനും. എനിക്കുണ്ട് വാശി. ഈ വളകാപ്പ് ചടങ്ങ് നടത്തേണ്ടത് ഒരു ഭർത്താവെന്ന നിലയിൽ എന്റെ കടമയാ. അത് നടത്തണ്ടെന്ന് പറയാൻ ആർക്കും ഇവിടെ അവകാശമില്ല. എന്റെ കുഞ്ഞിനെ പ്രസവിക്കാൻ പോകുന്ന അമ്മയാണ് താൻ. തന്റെ കുഞ്ഞിന്റെ സന്തോഷം എനിക്ക് ഏറ്റവും വലുത്. അതിനപ്പുറം എനിക്കൊന്നുമില്ല. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു നിമിഷം ചിന്തിച്ചു നോക്കാൻ അച്ഛൻ എന്താ കഴിയാത്തത്? കമ്പനിയിൽ തീപിടുത്തം ഉണ്ടായതും ആളുകൾ മരിച്ചതും ഒക്കെ ശരി തന്നെയാ. പക്ഷേ നമ്മുടെ ജീവിതത്തില് ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു ചടങ്ങല്ലേ ഇത്. ഇനി എത്ര കുഞ്ഞുങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ജനിച്ചാലും ഈ ചടങ്ങ് നമുക്ക് തിരിച്ചു കിട്ടില്ല. എന്റെ കുഞ്ഞിനോട് ഞാൻ കാണിക്കേണ്ട കടമയാ. അത് നിറവേറ്റേണ്ടത് എന്റെ ഉത്തരവാദിത്വമാണ്. അതിന് വാശി പിടിക്കണമെങ്കിൽ
ഞാൻ വാശി പിടിക്കും. അച്ഛൻ അത് മനസ്സിലാക്കുകയാണ് വേണ്ടത്. സച്ചേട്ടൻ പറയുന്നതെല്ലാം ശരിയാ. പക്ഷെ ഇതൊരു കൂട്ടുകുടുംബം. ഈ വീടിന്റെ നാഥന അച്ഛൻ. അച്ഛന്റെ മനസ്സിനെ വേദനിപ്പിച്ചോണ്ട് ഇവിടെ ഒന്നും നടക്കാൻ പാടില്ല. സച്ചേട്ടൻ എന്ത് പറഞ്ഞാലും അച്ഛൻ വരാതെ ഞാൻ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന പ്രശ്നമില്ല. അത് അർച്ചന, വേണ്ട. ഇനി സച്ചേട്ടൻ എന്നോടൊന്നും പറയണ്ട. എന്റെ തീരുമാനത്തിൽ നിന്ന് ഞാൻ പിന്മാറില്ല. അച്ഛനില്ലെങ്കിൽ ഈ ചടങ്ങും ഇല്ല. ഏട്ടത്തി, അച്ഛൻ ഇങ്ങനെ ഇറങ്ങിപ്പോണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ഏട്ടത്തിയുടെ കുത്തിത്തിരിപ്പിന്റെ ഫലമായിട്ടുണ്ടായതാ. എല്ലാരും കൂടി സന്തോഷമായിട്ട് ആഘോഷിക്കേണ്ട ഒരു ചടങ്ങായിരുന്നത്. ഇപ്പൊ അത് ഇങ്ങനെയായി. ഇനിയിപ്പോ അച്ഛനെ എവിടെ പോയി അന്വേഷിക്കും? അധിക ദൂരമൊന്നും പോകാൻ സാധ്യതയില്ല. അച്ഛന്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളായിരിക്കുക. ഇനി അങ്ങനെ ആരെങ്കിലും കാണാൻ പോയതായിരിക്കോ? അച്ഛനങ്ങനെ അടുത്ത സുഹൃത്തുക്കളൊന്നുമില്ല. എന്റെ ഓർമ്മയില് അങ്ങനെ അച്ഛനെ കാണാൻ വന്നിട്ടുള്ള അധികം സുഹൃത്തുക്കളൊന്നുമില്ല. എങ്കിൽ പിന്നെ ഏതെങ്കിലും അമ്പലത്തിലോ മറ്റോ പോയതായിരിക്കും. അല്ല, എല്ലാവർക്കും സമാധാനം തന്നെയാണല്ലോ വലുത്. ഇവിടെ അടുത്ത് ഏതാ അമ്പലം ഉള്ളത്? അടുത്ത ജംഗ്ഷനിൽ നിന്ന് വലത്തോട്ട് പോകുമ്പോൾ ഒരു അമ്പലമുണ്ട്. എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തന്നെ പോവാം. ചിലപ്പോ അവിടെ തന്നെ കാണും. സാരെന്താ ഇവിടെ നിൽക്കുന്നേ? വെറുതെ അകത്ത് കയറി തൊഴുന്നില്ലേ? വരാം, നിങ്ങൾ ശരി. പോയിക്കോളൂ. ആ ശരി. അച്ഛാ, അച്ഛൻ എന്ത് തീരുമാനിച്ചു? മോളെ, ഈ ചടങ്ങ് സച്ചിയുടെ ആഗ്രഹ. അവർക്ക് ഒരുപാട് കാലം ആഗ്രഹിച്ചിട്ട് കിട്ടിയ കുഞ്ഞ. അർച്ചനയുടെ വളകാപ്പ് ചടങ്ങ് നടക്കുന്ന സമയത്ത് ഞാൻ ഇവിടുന്ന് മാറി നിൽക്കുന്നത് ഞാൻ അവനോട് ചെയ്യുന്ന തെറ്റല്ലേ? അച്ഛന്റെ ഇഷ്ടം പോലെ ചെയ്യാം. പക്ഷേ നന്ദേട്ടന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാട് അച്ഛൻ മറക്കരുത്.